ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖം എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന വീഡിയോ ആണ്. മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്നത് ഇതാ, നമ്മുടെ നെക്കിനായിട്ട് ആവശ്യത്തിനുള്ള ക്രോസ് പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. ഈ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ എങ്ങനെയാണ് കറക്റ്റായിട്ട് നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടുക എന്നുള്ളതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷനാണ് ഇതുപോലുള്ള ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് ആകുമ്പോൾ റൗണ്ട് നെക്കൊക്കെ ആകുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ നമുക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിരുന്നില്ല, ബാക്ക് നെക്ക് മാത്രമാണ് കട്ട് ചെയ്തിരുന്നത്. മെഷർമെൻ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതിൽ ഞാൻ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതാ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട് നമ്മുടെ ക്രോസ് പീസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. ഒരു 4 ഇഞ്ചോളം സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ. ഒട്ടും വലിച്ചു കൊടുക്കാതെ നല്ല ഫ്രീ ആയിട്ട് നല്ല കൂളായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോവുക. വലിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് നെക്ക് മലർന്നിട്ടും അതുപോലെ തന്നെ ഇടയ്ക്ക് വിരിഞ്ഞ് നിൽക്കുന്ന നെക്കൊക്കെ ഉണ്ടാവാറില്ലേ, ആ ഒരു ട്രബിളൊക്കെ നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. നമ്മുടെ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു, റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതങ്ങ് മലർന്നു പോകുന്നു, അല്ലെങ്കിൽ ശരിയാവുന്നില്ല, പിരിഞ്ഞ പോലെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം നിങ്ങൾ ലൂസാക്കി തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങുമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കറക്റ്റായിട്ട് നെക്ക് മെഷർമെൻറ്റ് ചെയ്ത് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മെയിൻ ക്ലോത്തിൻ്റെ മറുവശത്തോട് ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ക്രോസ് പീസിനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു ഫോൾഡിങ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഫിനിഷിങ് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് പിരിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കമൻസായിട്ട് എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ ഞാനത് വീണ്ടും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലും കൂടി ഞാൻ പറഞ്ഞു തരാം. കാരണം ഞാൻ അങ്ങനെയുള്ള കുറേ ട്രിക്സൊക്കെ ഞാൻ പരീക്ഷിച്ചതാണ്. ഞാൻ എവിടെയും പോയിട്ടൊന്നും പഠിച്ചതല്ല. നമ്മൾ തന്നെ സ്വയം ഇരുന്ന് ട്രൈ ചെയ്ത് ബെറ്ററാക്കി കൊണ്ടുവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നെക്കൊക്കെ കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ പതിച്ചിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബാക്ക് നെക്കും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് കൂട്ടുകാർ നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട്, മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്കായിട്ട് എഴുതി അറിയിക്കാനും മറക്കരുത്. ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷനിലും ഞാൻ ഇതുപോലെ തന്നെയാണ്, സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കിതിൽ ഹൂക്കോ കാര്യങ്ങളോ സിപ്പോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. കഴിഞ്ഞ കട്ടിങ് വീഡിയോസ് കാണാത്ത കൂട്ടുകാർക്ക് ഞാനിത് മുകളിൽ ഐക്കാർഡിൽ ലിങ്കിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലാണ് നമ്മൾ ആ ഒരു കട്ടിങ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഒന്നത് സെർച്ച് ചെയ്ത് നോക്കുക. കാരണം ഇതുപോലുള്ള കുർത്തീസൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം വലിയ പൈസയൊക്കെ കൊടുത്തിട്ട് വാങ്ങുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വീട്ടിലുള്ള പഴയ ക്ലോത്തൊക്കെ വെച്ചിട്ട്, സാരീസൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ക്ലോത്ത് വാങ്ങിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് മുൻഭാഗത്തെയും ബാക്ക് പോർഷനിലെയും ക്ലോത്ത് നല്ല വശം ചേർത്ത് വെച്ചിട്ട് മുകളിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഹൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരിൽ കുറച്ച് കൂട്ടുകാർ ലിങ്ക് കമൻസിൽ ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം പറ്റുന്ന ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഷോൾഡർ രണ്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് ചെറിയൊരു ഞൊറി വിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും, 10 ഇഞ്ച് നീളത്തിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷനും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും ഒന്ന് കറക്റ്റ് ചെയ്ത്
കൊടുക്കുക കേട്ടോ. അതിനുശേഷം എന്താ സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും നമുക്ക് ആ ഒരു ബെൽറ്റായിട്ട് തയ്ക്കുന്ന ആ ഒരു ക്ലോത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും ഒരുപോലെ വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്ററും ആ ഒരു ബെൽറ്റിൻ്റെ സെൻറ്ററും ഒരുപോലെ വരുന്ന രീതിയിൽ അത്രയും നമുക്കൊരു 3 ഫ്രില്ല് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3 ഫ്രില്ല് തിരിച്ചിട്ടും എന്താ പറയുക ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ബെൽറ്റ് നല്ല നൈസായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും കേട്ടോ. ഈ ഒരു ബെൽറ്റിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. റിപ്പീറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീഡിയോയുടെ ലെങ്ത്ത് അങ്ങ് കൂടും. അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ കുറച്ച് സ്പീഡിലാണ്, കാരണം അത്രയും നിങ്ങൾക്ക് എന്താ പറയുക വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവൊക്കെ നിങ്ങൾ റെഡിമെയ്ഡ് ഡ്രസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന സ്ലീവാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള, പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു സ്ലീവാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കെന്താ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രില്ലിട്ട് കൊടുത്തേക്കുന്നത്. വെറും അങ്ങോട്ടും ഇങ്ങോട്ടും 3 ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിതാ ഈ ഒരു ബെൽറ്റ് വരുന്ന ആ ഒരു പോർഷൻ ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ 2ആയിട്ട് ഒരു ഫോൾഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇതിന് മുകളിലോട്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാണ് കേട്ടോ. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അയണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ അത് അവിടെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിപ്പീറ്റഡ് ആയി കഴിഞ്ഞാൽ അത്രയും ലെങ്ത്ത് കൂടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു കട്ടിങ് വീഡിയോസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു ബെൽറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്, കാരണം അത്രയും എന്താ പറയുക സെക്യൂറായിട്ട് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ പോർഷനിലൊന്നും സ്റ്റിച്ചിങ്ങൊന്നും കൊടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇത് തന്നെ മതിയാവും കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ നമുക്കത് അവിടെ കിടക്കും. കണ്ടില്ലേ, അത്രയും പഫ് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ സ്ലീവ് നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സ്ലീവ് ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണേ. ഇത് വീണ്ടും ഞാൻ കാണിക്കുകയാണ്. വളരെ പെട്ടെന്ന് അങ്ങ് കാണിച്ചങ്ങ് പോവുകയാണ് കേട്ടോ, കാരണം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കമൻസ് കണ്ടാൽ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാ സ്ലീവ് ഞാൻ എടുത്തു. സെൻറ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്യണം, കാരണം അത്രയും ഫ്രില്ലാണ് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ചെയ്ത് കൊടുത്ത അതേ ഫ്രില്ല് തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പം 3-4 ഫ്രില്ല് മതിയാവും കേട്ടോ. നല്ല ഭംഗിയിൽ കിടക്കാനായിട്ട് 3-4 ഫ്രില്ല് മതിയാവും. ഇവിടെ ഇപ്പോൾ ഞാൻ 3 ചെറിയ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ തന്നെ 3 ഫ്രില്ലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് ആ ഒരു ബെൽറ്റ് വരുന്ന ആ ഒരു പോർഷൻ മടക്കി 2ആയിട്ട് മടക്കിയിട്ട് നമ്മളത് അവിടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ക്ലോത്തിൽ ഞാൻ ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല, കാരണം നല്ല എന്താ പറയുക കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് തന്നെ ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കുർത്തീസാണ്, ഫുൾ ലെങ്ത്ത് കുർത്തീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക സ്ലീവ് ചെയ്തേക്കുന്നതെന്ന് നോക്കിയട്ടെ, എത്ര ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ആം ഹോളിന് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും സ്ലീവിൻ്റെ നമുക്ക് കൈക്കുഴി വരുന്ന ആ ഒരു ഭാഗമില്ലേ, അതും സ്റ്റാർട്ടിങ് പോയിൻറ്റും കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എങ്ങോട്ടും എന്താ പറയുക കൂടുതലോ കുറവോ ഒന്നും വരാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് കട്ട് ചെയ്തതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക നമ്മൾ ചെയ്ത വർക്ക് കറക്റ്റായിട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പി ഉണ്ടാവും അല്ലേ. അപ്പോൾ എനിക്കും ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നല്ല എന്താ പറയുക കർവൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ നമുക്കിത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടില്ലേ സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ് കറക്റ്റ് രണ്ടും ഒരേപോലെ വന്നില്ലേ, ക്ലോത്തൊക്കെ എങ്ങോട്ടും കൂടുതലോ കുറവോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എൻഡ് പോർഷനിൽ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് ക്ലോത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എൻഡ് പോർഷനിൽ നമ്മൾ ടോട്ടൽ എടുത്തിട്ടുള്ളത് 56 ഇഞ്ചാണ് ഈ ഒരു
ഫുൾ ലെങ്ത് ടോപ്പിനായിട്ട് എടുത്തിട്ടുള്ള മെഷർമെൻറ്റ്. അപ്പോൾ അതിൽ 40 ഇഞ്ച് പിന്നെന്താ മെയിൻ ക്ലോത്തും അതിന് ശേഷം 16 ഇഞ്ച് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കേണ്ട ഒരു പീസായിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു 16 ഇഞ്ചിൻ്റെ പീസിലാണ് നമ്മളിപ്പം ഈ ഒരു ഫ്രില്ലിങ് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ എൻഡിങ് പോർഷനിലോട്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. വേറെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസ് കണ്ടില്ലേ, അപ്പോൾ അത്രയും നല്ല ഭംഗിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് എഴുതാനും മറക്കരുത്. കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ മാക്സിമം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രില്ലിങ് എടുക്കേണ്ട ക്ലോത്ത് എത്രയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് നോക്കണം. അതിനുശേഷം നമ്മളിതാ സൈഡൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ബെൽറ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് മെഷർമെൻറ്റ് അതിൻ്റെ 1 ഇഞ്ചെങ്കിലും നിങ്ങൾ എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ടിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഇഞ്ചിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ക്ലോത്തൊക്കെ ഒരുമിച്ച് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ 2 പോർഷനും ഒരുപോലെ തന്നെ വരും. അപ്പം അത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കേട്ടോ. ഓരോ ഡ്രസ്സ് തയ്ച്ച് കഴിയുമ്പോഴേലും നിങ്ങൾ ഓരോ കാര്യത്തിലും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരും. അപ്പം എന്താ പറയുക, ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടാവും കേട്ടോ. അതാ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുത്തേക്കുന്നത് എൻഡ് പോർഷനിൽ കേട്ടോ. അപ്പോൾ നല്ല കുഞ്ഞു ഫ്രില്ലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ഫ്ലവേഴ്സുള്ള ക്ലോത്താണ്. നല്ല ഭംഗി ഉണ്ടാവും. ഇത് വേറെ ഇത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് വന്നിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. ബെൽറ്റ് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ കുഞ്ഞു ഞൊറിവൊക്കെ കൊടുത്തിട്ട് ഒരു പഫ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗി ഉണ്ടാവും വേറെ ഇത് കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളായതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു ടോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫുൾ ലെങ്ത് ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.